നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പ് വീഡിയോ ആയിട്ടാണ്. സോൾ ലാബ്സ് എന്ന് പറയുന്നത് ക്രോസ് ചെയിൻ മണി മാർക്കറ്റ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു യൂണിഫൈഡ് ഒമ്നി ചെയിൻ ലിക്വിഡിറ്റി ലെയർ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു എയർ ഡ്രോപ്പ് ആണ് ഗൈസ്. അപ്പോൾ നിങ്ങളിത് മസ്റ്റ് ആയിട്ടും ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ പല നെറ്റ്വർക്ക്സിലായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുക. അതായത് എതേറിയം, ബേസ്, ആർബിട്രം, ഒപ്റ്റിമിസം, അവലാഞ്ചി പോലുള്ള നെറ്റ്വർക്ക്സിലൂടെ നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുക. അതേപോലെ തന്നെ അവരുടെ സീഡ്സ് ഏൺ ചെയ്യുക. സീഡ്സ് എന്ന് പറയുന്നത് അവരുടെ ക്വസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പോയിൻറ്റ്സിനെയാണ് സീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സീഡ്സ് നിങ്ങൾ മാക്സിമം ഏൺ ചെയ്യുക. അപ്പം ഈ ഒരു ടെസ്റ്റ്നെറ്റ് ഫേസിൻ്റെ അവസാനം നിങ്ങൾ ഏൺ ചെയ്ത എല്ലാ പോയിന്റ്സും കൂടെ സോൾ എക്കോസിസ്റ്റത്തിൻ്റെ നേറ്റീവ് ടോക്കണായ SO ടോക്കണായിട്ട് അവർ കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. ദെൻ ഇത് TGE സമയത്ത് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡോക്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേണ്ടവർ കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് കയറാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യുക. ആസ് യൂഷ്വൽ മെറ്റാമാസ്ക് യൂസ് ചെയ്ത് തന്നെ വാലറ്റ് കണക്ട് ചെയ്ത് തന്നാൽ മതി. ഞാൻ ഇവിടെ സിറിയോൺ വാലറ്റാണ് കണക്ട് ചെയ്യുന്നത്. ഏത് വാലറ്റ് കണക്ട് ചെയ്താലും നോ പ്രോബ്ലം. സിറിയോനോ OKXോ മെറ്റാമാസ്കോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കണക്ട് ചെയ്യുക. വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം സൈൻ ഇൻ ചെയ്യാൻ ചോദിക്കും. സൈൻ ഇൻ കൂടെ നിങ്ങൾ കൊടുത്തേക്കണം. അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ സീഡ്സ് എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മുകളിൽ. അപ്പം ഈ സീഡ്സ് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ മൈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. മൈ ക്വസ്റ്റ് എടുക്കുമ്പോൾ കുറേ ക്വസ്റ്റുകൾ കാണാം. ഈ ഒരു ക്വസ്റ്റുകളെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ 2 ടാസ്ക് എന്ന് പറയുന്നത് ക്രിയേറ്റ് ആൻഡ് ഏണും അതേപോലെ റെഫർ ആൻഡ് ഏണും ആണ്. അപ്പോൾ ക്രിയേറ്റ് ആൻഡ് ഏൺ എന്ന് പറയുന്നത് നിങ്ങൾ നമ്മുടെ ഏതെങ്കിലും സോഷ്യൽ മീഡിയാസിൽ അവരെ പറ്റിയിട്ട് ഒരു മീമോ വീഡിയോസോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുക. രണ്ടാമതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഏൺ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അത് രണ്ടും സ്പെഷ്യൽ ക്വസ്റ്റുകളായിരുന്നു. അപ്പോൾ ഇനി ക്വസ്റ്റ് 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. മൂന്നാമത്തത്. അപ്പോൾ ക്വസ്റ്റ് 1 എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ടാസ്ക് ആയിട്ട് ചെയ്ത് വരാം. ഫസ്റ്റ് 1 നിങ്ങളുടെ അക്കൗണ്ട്, ട്വിറ്റർ അക്കൗണ്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ട്വിറ്റർ അക്കൗണ്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. സോൾ പ്രോട്ടോകോൾസിന്റെ ട്വിറ്റർ അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ചെയ്തിരുന്നാൽ മതി. ദെൻ അതേപോലെ തന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പോസ്റ്റുകൾക്ക് ലൈക്കും റീപോസ്റ്റും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആ ഒരു പേജിലേക്ക് കയറിയിട്ട് ലൈക്കും റീപോസ്റ്റും ചെയ്യുക. ഓക്കെ, ദെൻ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ വെരിഫൈ ചെയ്യണം. ആ കാര്യം നിങ്ങൾ വിട്ടുപോകരുത്. വെരിഫൈ ചെയ്യുമ്പോഴത്തേക്കേ ഈ ടാസ്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ പോസ്റ്റിന് നിങ്ങളൊരു കമൻറ്റും കൂടെ കൊടുത്തേക്കണം. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാം അക്കൗണ്ട് നമ്മൾ കണക്ട് ചെയ്യുകയും അതേപോലെ തന്നെ അവരുടെ ചാനൽ നമ്മൾ ജോയിൻ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അതിനായിട്ട് എടുക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു QR കോഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ QR കോഡിൻ്റെ താഴെയായിട്ട് ക്ലിക്ക് ഹിയർ ടു ഓപ്പൺ ടെലിഗ്രാം ബോട്ട് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ കൊടുത്ത് ടെലിഗ്രാം ബോട്ടിലേക്ക് കയറുക. ഇനി ഇവിടെ ഓപ്പൺ ഇൻ വെബ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി ഇവിടെ സ്റ്റാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവരിവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വെരിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കോഡ് നമ്മൾ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കമാൻഡിൽ വേണം കൊടുക്കാൻ. #verify എന്ന് പറഞ്ഞിട്ട് വേണം നമ്മുടെ കോഡ് അവിടെ കൊടുക്കാനായിട്ട്. അതിനവരൊരു ഡെമോ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ഡെമോ ഞാനിവിടെ കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ആ കോഡ് നമ്മുടേതല്ലാത്തതുകൊണ്ട് കോഡ് മാത്രം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ ഒറിജിനൽ കോഡ് കൊണ്ട് കൊടുക്കണം. സോ നമ്മളതിന് പഴയ പേജിലേക്ക് ചെല്ലണം. സോൾ ലാബ്സിൻ്റെ എയർ ഡ്രോപ്പ് പേജിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നമ്മളൊരു QR കോഡ് കണ്ടില്ലേ, അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ കോഡ് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു കോഡ് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? #verify എന്ന് പറഞ്ഞിട്ട് വേണം കോഡ് കൊടുക്കാനായിട്ട്. അതിനത് സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്തതിന് ശേഷം അവർ നമ്മൾ ബോട്ടാണോ അല്ലയോ എന്നുള്ളതൊക്കെ ചോദിക്കും. അപ്പോൾ ഐ എം നോട്ട് എ ബോട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ദെൻ അത് കഴിയുമ്പോഴത്തേക്കും തിരിച്ച് നമ്മൾ സോൾ വെരിഫിക്കേഷൻ ബോട്ടിലേക്ക് തന്നെ പോകും. അവിടെ നമ്മൾ ചെക്ക് കൊടുക്കണം. നമ്മൾ ഓൾറെഡി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞല്ലോ. ദെൻ അവരുടെ അനൗൺസ്മെൻറ്റ് ചാനലും കൂടെ ഒന്ന് ജോയിൻ ചെയ്യണം. സോ അനൗൺസ്മെൻറ്റ് ചാനൽ നമ്മൾ ഒന്ന് ജോയിൻ ചെയ്തേക്കാം. ഓക്കെ, ദെൻ ഇത്രയും കഴിഞ്ഞിട്ട് അവിടെ റീഫ്രഷ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. റീഫ്രഷ് കൊടുക്കുക. റീഫ്രഷ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ അത് വെരിഫൈ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വെരിഫൈ ആയതിനു ശേഷം ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു പേജ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആവുന്നത് കാണാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അപ്പോൾ നിങ്ങൾ ഡിസ്കോഡിലൊന്ന്
ജോയിൻ ചെയ്തേക്കുക. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഡിസ്കോഡ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഡിസ്കോഡ് ഒന്ന് കണക്ട് ചെയ്തേക്കുക. അപ്പോൾ അവരുടെ ഡിസ്കോഡ് അക്കൗണ്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്തതിന് ശേഷം അവരുടെ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ എക്സ്പ്ലോറർ റോള് അൺലോക്ക് ആവുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ടാസ്കും കൂടെ നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെൻ ക്രോസ് ചെയിൻ ഓൺ എതേറിയം, സെബോളിയ ആൻഡ് ഫ്യൂജി അവലാഞ്ചി. ഓക്കെ, നമ്മളിവിടെ സപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ടാസ്കിലേക്ക് പോവാം. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഫോസ്റ്റിൽ നിന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് സപ്ലൈ ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. സപ്ലൈ ചെയ്യാനായിട്ടൊക്കെ ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ആവശ്യമാണ്. സോ അതുകൊണ്ടാണ് ആദ്യം ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. സോ അവിടെ ഫോസറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നാൽ മതി, അത് ക്ലെയിം ആയിക്കോളും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കുറച്ച് നേരം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ അതിൻ്റെ താഴെ ഉണ്ട് കേട്ടോ. സപ്ലൈ എനി ഓഫ് ദ അവൈലബിൾ അസറ്റ്സ് ഓൺ ദ അവലാഞ്ചി ചെയിൻ. അവലാഞ്ചി ചെയിനിലേക്ക് ഏതെങ്കിലും ഒരു അസറ്റ് നിങ്ങൾ സപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് ചെയ്യാം. സോ അതിനായിട്ട് അവിടെ നിങ്ങൾ ആക്സസ് ആപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് സപ്ലൈ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ സപ്ലൈ നിങ്ങൾ കൊടുക്കുക. സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഓരോ നെറ്റ്വർക്ക്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് അവലാഞ്ചി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് എമൗണ്ട് അടിക്കാവുന്നതാണ്. റൈറ്റ് സൈഡിലായിട്ട് 0.1 ആണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ 0.1 കൊടുത്തുകൊണ്ട് നമ്മളിവിടെ സപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മുടെ വാലറ്റിൽ കൺഫർമേഷൻ വരും. കൺഫേം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ട്രാൻസാക്ഷൻ പ്രോസസ്സ് ആവാൻ കുറച്ച് ടൈം നിങ്ങൾ കൊടുക്കണം. ആ ഒരു ടൈം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ സപ്ലൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് പോകാം. ദെൻ ഇവിടെ വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് സപ്ലൈ എനി ഓഫ് ദ അവൈലബിൾ അസറ്റ്സ് ഓൺ ദ എതേറിയം സെബോളിയ ചെയിൻ ആണ്. അപ്പോൾ എതേറിയം സെബോളിയ ചെയിനിലാണ് ഇത്തവണ നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആക്സസ് ആപ്പ് കൊടുത്ത് ആപ്പിലേക്ക് കയറാം. ഇവിടെ സപ്ലൈ എന്നുള്ള ഓപ്ഷൻ തന്നെ നിങ്ങൾ വീണ്ടും എടുക്കുക. ഇനി ഇത്തവണ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് എതേറിയം ആണ്. സോ എതേറിയം സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ എമൗണ്ട് 0.1 തന്നെ നമ്മൾ കൊടുത്തുകൊണ്ട് സപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എതേറിയം സെബോളിയ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാനുള്ള ഫോസറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേണ്ടവർ കയറി ക്ലെയിം ചെയ്യുക. അപ്പോൾ ഞാനിവിടെ അത് സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചു വന്നിട്ട് വെരിഫൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ആഡ് ദ സെയിം അസറ്റ്സ് ഓൺ ദ കൊളാട്രൽ ഓൺ ദ അവലാഞ്ചി ചെയിൻ ആണ്. അപ്പോൾ നമുക്ക് കൊളാട്രൽ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ആക്സസ് ആപ്പ് കൊടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ആക്സസ് ആപ്പ് കൊടുക്കുക. നിങ്ങൾ ഓൾറെഡി സപ്ലൈ ചെയ്തത് ഇവിടെ കാണാനായിട്ട് സാധിക്കും സപ്ലൈഡ് പൊസിഷൻസിൽ. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ അവലാഞ്ചി സെലക്ട് ചെയ്യുക. ദെൻ അവിടെ എമൗണ്ട് കൊടുക്കേണ്ടതിന് അവിടെ ആയിട്ട് താഴെയായിട്ട് കൊളാട്രൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും, എമൗണ്ടിൻ്റെ തൊട്ട് താഴെയായിട്ട്. അപ്പോൾ ആ ഒരു കൊളാട്രൽ നിങ്ങൾ അവിടെ കൊടുക്കുക. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ എമൗണ്ട് കൊടുക്കുക. ദെൻ നിങ്ങൾ സപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൊളാട്രൽ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ തിരിച്ച് സൈറ്റിലേക്ക് വന്നിട്ട് വെരിഫൈ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ടാസ്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റുകളും കൂടെ കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അവിടെ അവർ കൊടുത്തിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഡിസ്കഷൻ ഗ്രൂപ്പിൽ വന്നിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ക്വസ്റ്റുകളും നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട്സിൻ്റെ ഓരോ ക്വസ്റ്റുകളും നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ടെലിഗ്രാം ചാനലിൽ. സോ നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സിമ്പിളാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ആൻഡ് നിങ്ങളിത് മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കണം. എത്രത്തോളം നിങ്ങൾ സീഡ്സ് കൂട്ടുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് നല്ല രീതിയിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ തന്നെ. ബൈ ഗൈസ്.